പ്രധാന വാർത്തകൾ. ഡിജിപിമാരുടെയും ഐജിമാരുടെയും 3 ദിവസത്തെ അഖിലേന്ത്യാ സമ്മേളനം ജയ്പൂരിൽ ഇന്ന് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വൈകിട്ട് കാസർകോട്ട് നിർവഹിക്കും. വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻകുമാർ ബെറി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യദിനം കോഴിക്കോട് മുന്നിൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് ഇന്ന് ആലപ്പുഴയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ കേരളം ഉത്തർപ്രദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 3 ദിവസത്തെ അഖിലേന്ത്യാ സമ്മേളനം ജയ്പൂരിൽ ഇന്ന് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. സൈബർ കുറ്റകൃത്യങ്ങൾ, പോലീസിലെ സാങ്കേതിക വിദ്യ, ഭീകരവാദ വെല്ലുവിളികൾ, ഇടത് തീവ്രവാദം, ജയിൽ പരിഷ്കരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ക്രമസമാധാന, ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ മാർഗ്ഗരേഖ സംബന്ധിച്ച ചർച്ചകളാണ് സമ്മേളനത്തിന്റെ മറ്റൊരു പ്രധാന അജണ്ട. നിർമ്മിത ബുദ്ധി, ഡീപ് ഫേക്ക് മുതലായ പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന വെല്ലുവിളികളും അവ കൈകാര്യം ചെയ്യുന്നതിന് വഴികളും, ക്രമസമാധാന പാലനത്തിന്റെയും സുരക്ഷയുടെയും ഭാവി വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ആഭ്യന്തര സഹമന്ത്രി, ക്യാബിനറ്റ് സെക്രട്ടറി, കേന്ദ്ര ഗവൺമെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാരത് പരിയോജനയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ ദേശീയപാതാ പദ്ധതിയുടെ ഉദ്ഘാടനം വൈകിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കാസർകോട്ട് നിർവഹിക്കും. ദേശീയപാതാ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാസർകോട് തളിപ്പടപ്പ് മുനിസിപ്പൽ ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടിയിൽ 5 ദേശീയപാതാ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന അദ്ദേഹം 7 പദ്ധതികൾക്ക് തറക്കല്ലിടും. 89 കിലോമീറ്ററിൽ 704 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ്, പാലം എന്നിവയാണ് നാടിന് സമർപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാറിൽ നടക്കുന്ന പരിപാടികളും ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ വി കെ സിംഗ്, വി മുരളീധരൻ, മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കും. വിവിധ പദ്ധതി ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി പദ്ധതികളുടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻനിര പദ്ധതികളുടെ പൂർണ്ണത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്ര രാജ്യത്തുടനീളം പര്യടനം നടത്തുന്നത്. കേരളത്തിലും വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം തുടരുകയാണ്. ഇന്നും രാവിലെയും ഉച്ചകഴിഞ്ഞും വിവിധ കേന്ദ്രങ്ങളിൽ യാത്ര എത്തിച്ചേരും. തിരുവനന്തപുരത്ത് ഗ്രാമീണ മേഖലകളിൽ നഗരൂർ, മുതാക്കൽ ഗ്രാമപഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിൽ മെഡിക്കൽ കോളേജ് ഉള്ളൂർ എന്നിവിടങ്ങളിലുമാണ് പര്യടനം. കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ്, മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയെത്തും. എറണാകുളം ജില്ലയിൽ രാവിലെ വെങ്ങോലയിലും ഉച്ചകഴിഞ്ഞ് എടത്തല ഗ്രാമപഞ്ചായത്തിലുമാണ് പര്യടനം. തൃശൂരിൽ അന്നമനട, കുഴൂർ ഗ്രാമപഞ്ചായത്തുകളിലും മലപ്പുറത്ത് മൂന്നിയൂരിലും തേഞ്ഞിപ്പലത്തും ഇന്ന് യാത്രയെത്തും. കോഴിക്കോട്ട് രാവിലെ വടകരയിൽ തുടരുന്ന പര്യടനം ഉച്ചകഴിഞ്ഞ് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ പ്രവേശിക്കും. ചെക്യാട്, തൂണേരി പഞ്ചായത്തുകളിലും ഇന്ന് പര്യടനമുണ്ടാകും. കണ്ണൂരിൽ നഗരപ്രദേശങ്ങളിലെ യാത്ര രാവിലെ മാഹി മുനിസിപ്പൽ മൈതാനിയിലും ഉച്ചകഴിഞ്ഞ് ചാലക്കര ഉസ്മാൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലും എത്തിച്ചേരും. പുതുച്ചേരി നിയമസഭാ സ്പീക്കർ ആർ ശെൽവം പങ്കെടുക്കും. ഗ്രാമങ്ങളിൽ നടത്തുന്ന യാത്ര രാവിലെ കൂടക്കടവിൽ സംഗീത യാദവ് എംപി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് യാത്ര ധർമ്മടം പഞ്ചായത്തിൽ എത്തിച്ചേരും. സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെന്ന് സംഗീത യാദവ് എംപി പറഞ്ഞു. കണ്ണൂർ പുഴാതിയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഇന്നലെ കോർപ്പറേഷനിലെ കൊറ്റാളിയിലും സംഗീത യാദവ് യാത്രയിൽ പങ്കെടുത്തു. കർഷകർക്കും ചെറുകിട സംരംഭകർക്കും ഏറെ സഹായകരമാവുകയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. 4% പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ വരെ ഈ വായ്പാ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് പുഴാതിയിലെ പി സി നന്ദനൻ 30 ഏക്കറിലാണ് നെൽകൃഷി ചെയ്യുന്നത്. വിദേശത്തെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അദ്ദേഹം നാട്ടിൽ മുഴുവൻ സമയ കർഷകനായത്. കാർഷിക ആവശ്യത്തിനായി 2 ദിവസം മുൻപാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പ്രകാരമുള്ള വായ്പയ്ക്ക് SBI പുഴാതി ശാഖയിൽ അപേക്ഷ നൽകിയത്. ഇന്നലെ വികസിത് ഭാരത് സങ്കല്പ യാത്രാവേളയിൽ അദ്ദേഹത്തിന് വായ്പ അനുവദിച്ചു. കർഷകർക്ക് ഏറെ സഹായകരമാണ് KCC വായ്പാ പദ്ധതിയെന്ന് നന്ദനൻ പറയുന്നു. ഏകദേശം 30 ഏക്കറോളം കൃഷിയുണ്ട്. KCCന്റെ ഒരു ലോൺ ഞാൻ എടുത്തായിരുന്നു. അതായത് 1,60,000 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് KCC പാസ്സാക്കി തന്നിന്. അത് കർഷകനെ സംബന്ധിച്ചോളം വലിയൊരു ധനസഹായമാണ് അത് കിട്ടുന്നത്. പോരാതെ നമുക്ക് എല്ലാ സഹായങ്ങളും ബാങ്കിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ബാങ്ക് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെയാണ് KCC ഞാൻ എടുക്കാൻ കാരണം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻകുമാർ ബെറി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കേരളമടക്കം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണം രാജ്യപുരോഗതിയിൽ പ്രധാനപ്പെട്ടതാണെന്ന് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളി മുഖ്യമന്ത്രി വിശദീകരിച്ചു. പശ്ചാത്തല വികസന മേഖലയിൽ രാജ്യത്തെ മികച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങി വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ തോതിൽ മുന്നോട്ടു പോകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച് 2016 കിഫ്ബി മുഖേന വൻകിട വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണെന്നും ഇതിന്റെ പേരിൽ 2021 മുതൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ കുറവ് വരുത്തിയിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നതായും ഇക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ നിതി ആയോഗ് ആരംഭിച്ച സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ കേരളമടക്കം സംസ്ഥാനങ്ങൾക്ക് ഏറെ സഹായകമാകുമെന്ന് ഉപാധ്യക്ഷൻ പറഞ്ഞു. തീരദേശ സംസ്ഥാനങ്ങളിലെ സമുദ്ര സമ്പത്ത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ശില്പശാല രാവിലെ കൊച്ചി CMFRIയിൽ നിതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി ഉദ്ഘാടനം ചെയ്യും. നിതി ആയോഗ് അംഗം പ്രൊഫസർ രമേശ് ചന്ദ്, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ JK ജന, തീരദേശ സംസ്ഥാനങ്ങളിലെ ഫിഷറീസ് സെക്രട്ടറിമാർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കും. സമുദ്ര മത്സ്യമേഖലയിലെ നിലവിലെ സ്ഥിതി, വെല്ലുവിളികൾ, പരിഹാര മാർഗ്ഗങ്ങൾ, കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സീഫുഡ് വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ശില്പശാല ചർച്ച ചെയ്യും. കൊല്ലത്ത് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യദിനം 58 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ നിലവിൽ ജേതാക്കളായ കോഴിക്കോട് മുന്നിൽ. 57 ഇനങ്ങളിലെ ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 212 പോയിന്റാണ് കോഴിക്കോടിന് ലഭിച്ചത്. 210 പോയിന്റുമായി തൃശൂരും കണ്ണൂരുമാണ് തൊട്ടുപിന്നിൽ. 203 പോയിന്റുമായി മലപ്പുറം മൂന്നാമതാണ്. 46 പോയിന്റോടെ പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളും 43 പോയിന്റോടെ പത്തനംതിട്ട കിടങ്ങന്നൂർ SBGV ഹയർ സെക്കൻഡറി സ്കൂളുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. ഇന്ന് 24 വേദികളിലും മത്സരങ്ങൾ നടക്കും. രാവിലെ 9:30 മത്സരങ്ങൾ ആരംഭിക്കും. ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയിൽ രാവിലെ ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടവും ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയും അരങ്ങേറും. ഭരതനാട്യം, നാടകം, നാടൻപാട്ട്, തിരുവാതിരക്കളി, കേരള നടനം, ചെണ്ടമേളം, ബാൻമേളം, പെൻസിൽ ചിത്രരചന, ഗിറ്റാർ, കവിതാരചന എന്നീ മത്സരങ്ങളും വിവിധ വേദികളിൽ നടക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് ഇന്ന് ആലപ്പുഴയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ കേരളം ഉത്തർപ്രദേശിനെ നേരിടും. ST കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 9:30 മത്സരം. ഖത്തറിൽ ജയിലിൽ കഴിയുന്ന 8 മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ 60 ദിവസം അനുവദിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയ ഖത്തർ കോടതി പല കാലയളവിലേക്കാണ് ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ ഉയർന്ന കോടതിയെ സമീപിക്കാനാണ് 60 ദിവസം നൽകിയതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ജയ്സോൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. യുനെസ്കോയുടെ സാഹിത്യ നഗരമെന്ന ഉന്നത അംഗീകാരം ലഭിച്ച കോഴിക്കോടിന്റെ ഖ്യാതി ഉയർത്തിപ്പിടിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കോക്കോ ഫിലിം ഫെസ്റ്റിന് ഇന്ന് തിരശ്ശീല ഉയരും. വൈകിട്ട് ശ്രീ തിയേറ്ററിൽ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ ചെലവൂർ വേണുവിനെ പരിപാടിയിൽ ആദരിക്കും. അടുത്ത വ്യാഴാഴ്ച വരെ ശ്രീ തിയേറ്ററിലും തൊട്ടടുത്ത മിനി തിയേറ്ററിലുമായി 40ഓളം സിനിമകൾ പ്രദർശിപ്പിക്കും. കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും സംഭാവനകളായ മലയാള ചിത്രങ്ങളാണ് പ്രധാനമായും പ്രദർശിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം ലഭിച്ച സിനിമകളും പ്രദർശിപ്പിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, KSFDC, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന മേളയിൽ പ്രദർശനം സൌജന്യമാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം നാളെയും മഞ്ഞ ജാഗ്രത. തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷന് സമീപത്തെ പെട്രോൾ പമ്പിലെ ബിസിനസ് പങ്കാളിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അശോക പെട്രോൾ പമ്പ് ഉടമ പള്ളിക്കുന്ന് സ്വദേശി M രാജീവനെ ബംഗളൂരുവിൽ നിന്ന് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നവംബർ 7-ന് ആണ് സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. DGPമാരുടെയും IGമാരുടെയും 3 ദിവസത്തെ അഖിലേന്ത്യാ സമ്മേളനം ജയ്പൂരിൽ ഇന്ന് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വൈകിട്ട് കാസർകോട്ട് നിർവഹിക്കും. വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻകുമാർ ബെറി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യദിനം കോഴിക്കോട് മുന്നിൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് ഇന്ന് ആലപ്പുഴയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ കേരളം ഉത്തർപ്രദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.